ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ഒന്ന് മേളിൽ നിന്ന് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ CPR-ൻ്റെ സെൻട്രലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടുന്ന് ഒരു റേഞ്ച് ബൗണ്ട് ആവാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ നമുക്ക് അത്രയും നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോൾ കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഈ ക്യാൻഡിലിൽ എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊരു റിജക്ഷൻ ക്യാൻഡിലായി മാറി. ക്യാൻഡിലിൻ്റെ ഫോർമേഷനും കഴിഞ്ഞു ട്രേഡേഴ്സ്. അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കുമ്പോഴാണ് കുറച്ച് റിസ്ക്. കാരണം താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രേഡ് താഴത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഏതായാലും ട്രേഡ് എടുത്തേക്കാം ട്രേഡേഴ്സ്. ഞാൻ ജസ്റ്റ് നമ്മുടെ ട്രേഡിൽ എൻ്റർ ആയിട്ടുണ്ട്. 49,100ൻ്റെ പുട്ട് ഓപ്ഷൻ 150 ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തത്. ഏകദേശം നല്ലൊരു ഫോൾ കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. 2000+ പ്രോഫിറ്റ് ഇപ്പോൾ കാണിച്ചായിരുന്നു. ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തേക്കാം. ഏതായാലും 49,100 പുട്ട് ഓപ്ഷൻ 150 ക്വാണ്ടിറ്റി 562.58 നമുക്ക് എൻട്രി കിട്ടിയത്. നമ്മുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺ സൈഡ് വ്യൂ ആണ്. ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് നമ്മളെ രാവിലത്തെ എൻട്രി എനിക്ക് മിസ്സായി, നമ്മുടെ 940-യുടെ. അത് നല്ലൊരു ഡൗൺഫോൾ. നിങ്ങൾ ട്രേഡ് എടുത്തെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ലൊരു ഡൗൺഫോൾ 2800 കാണിച്ചപ്പോൾ താഴത്തുനിന്നും ഒരു നല്ല റിജക്ഷൻ ഉണ്ട്. ഇതൊരു CPR-ൻ്റെ ഏരിയ ആയതുകൊണ്ട് CPR ആണെങ്കിൽ ഒരു വൈഡ് CPR-ഉം ആണ്. നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇന്നലെ എൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് റാലി ചെയ്യും, അല്ലെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുന്നതായിരുന്നു. സോ ഞാൻ അപ്സൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ മാർക്കറ്റ് നമ്മൾ പറഞ്ഞതിനെതിരായിട്ടാണ് മൂവ് ചെയ്തത്. പക്ഷേ എനിക്ക് 940-യുടെ എൻട്രി ഞാൻ എടുത്തില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ വണ്ടിയിലായിരുന്ന സമയത്താണ് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടത്. അത് ഞാൻ ഈ ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ബാക്ക് ടു നമ്മുടെ കോസ്റ്റായി ട്രേഡേഴ്സ്. അപ്പോൾ ഈ ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നലത്തെ എവിടെയാണ് എനിക്ക് ലോസ് വന്നതെന്നൊക്കെ. ട്രേഡേഴ്സ് ഏകദേശം നല്ലൊരു ലോസ്. ഓക്കെ, 2,800, 3,000. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ റിജക്ഷൻ ക്യാൻഡിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. 3,300. ഓക്കെ, ഇനി ഫോളോ ചെയ്യാനായിരുന്നെങ്കിൽ ആ ഒരൊറ്റ ക്യാൻഡിൽ താഴത്തോട്ട് ഫോളും ചെയ്തു തന്നെ. അപ്പം ചിലപ്പം ഓക്കെ, നമുക്ക് ഏതായാലും റിസ്ക് എടുക്കണ്ട. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. 562-ൽ കിട്ടി. അപ്പോൾ 38 പോയിൻറ്റ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരും. സോ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആദ്യം പ്ലേസ് ചെയ്യാം ട്രേഡേഴ്സ്. 562-ലാണ് നമുക്ക് നമ്മുടെ എൻട്രി കിട്ടിയത്. ഇപ്പോൾ ഒരു 533, 35. ഓക്കെ, നമ്മുടെ 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 524-ഉം ട്രിഗർ ₹1 കൂട്ടിയിട്ട് 525-ഉം കൊടുക്കാൻ ട്രേഡേഴ്സ്. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇതിപ്പോൾ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എനിക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്ന ഒരു ട്രേഡായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു ഫോൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. സോ കണ്ട, ഓക്കെ, റിജക്ഷനാണ് കാണിച്ചെങ്കിലും അത്ര ഒരു അപ്സൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പ്രീമിയത്തിൽ അത്രയും ഒരു സ്പൈക്ക് ഉണ്ടായത്. ഓക്കെ, കുഴപ്പമില്ല. ഏതായാലും ലൈൻ്റെ മേളിൽ ക്ലോസ് കിട്ടിയിട്ടില്ല. ഇനിയൊരു 20 സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്താൽ ക്യാൻഡിലിൻ്റെ ക്ലോസ്. ഇനിയിപ്പം ക്യാൻഡിൽ അവിടെ നിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം പോകാനുള്ള ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ലൈൻ്റെ താഴത്തായി മാർക്കറ്റ്. ഓക്കെ, 5 സെക്കൻഡ്. ഓക്കെ, 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ ട്രേഡേഴ്സ്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിയുകയാണെങ്കിൽ 78 പോയിൻറ്റ്സ് നമുക്ക് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിയുകയാണെങ്കിൽ നമുക്കൊരു ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വല്ലതും കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കൊടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സോ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കണ്ട. നമുക്കിതാ ഈ ഒരു നേരത്തെ ഫോം ചെയ്ത റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയെ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. എക്സാക്ട്ലി ഈ ഒരു റേഞ്ച് നമുക്ക് നമ്മളുടെ ഇത് കളറ് ഞാനൊന്ന് റെഡ് ആക്കിയേക്കാം. ഓക്കെ, ഈ റെഡായിരിക്കും ട്രേഡേഴ്സിന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. സോ ഫൈൻ ഒരു 30 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റം ചിലപ്പം ആയിരിക്കും. ഓക്കെ ഫൈൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അങ്ങനെ മേളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് നമ്മുടെ അല്ലായിരിക്കണം, മീൻസ് നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് അല്ലായിരിക്കണം ലക്ഷ്യം, മേളിലേക്കുള്ളൊരു അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കണം. സോ വീണ്ടും തിരിച്ച് താഴത്തേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാമല്ലോ, വലിയൊരു റിസ്ക് എടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം ഓക്കെ, നമ്മുടെ ഫൈൻ നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയൊരു 3 മിനിറ്റും 20 സെക്കൻഡും ബാക്കിയുണ്ട് ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ലൈനിനെ മേളിലോട്ട് അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് ട്രേഡേഴ്സ് ഇതിപ്പോൾ റിജക്ഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ അതൊരു റിജക്ഷൻ ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്യാതെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ലതാ. അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം എന്താണ് മാർക്കറ്റ് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് പോലെ നടക്കുള്ളൂ. ഓക്കെ, റിജക്ഷനായിട്ട് ആ റിജക്ഷനെ ഓവർകം ചെയ്യുന്നുണ്ട് മാർക്കറ്റ്, കണ്ടോ ഒക്കെ. ഓക്കെ ഫൈൻ നമ്മൾ വെരി ക്ലോസ് ടു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ട്രേഡേഴ്സ്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഒരു 5700 ലോസ് ഓൾറെഡി നമ്മളിന്ന് ബുക്ക് ചെയ്തു. ട്രേഡേഴ്സ് വീണ്ടും മാർക്കറ്റ് മേളിൽ പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം താഴത്തോട്ട് വരുന്നുണ്ട്. ജസ്റ്റ് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ അവിടെ ഒരു എൻട്രി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സെയിം സ്ട്രൈക്ക് പ്രൈസിൽ സെയിം ക്വാണ്ടിറ്റി, നേരത്തെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ സെയിം അടുത്ത വെരി നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ ഒരു 1000 റുപ്പീസ് കൂടുതലാണ്. ഓക്കെ, ആ ക്യാൻഡിൽ താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്ന കണ്ടിട്ടാണ് ട്രേഡേഴ്സ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ ദാറ്റ്സ് അഗെയിൻ അതൊരു ട്രാപ്പിംഗ് ക്യാൻഡിലായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേസ് നമ്മുടെ ഒരു ലിമിറ്റിൽ നിന്നാണ് ട്രേഡേഴ്സ് നമ്മൾ എടുത്തത്. ഈ ട്രേഡും കൂടെ ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ക്ലോസ്ഡ്, മാറിയിരിക്കുക. ഞാനിങ്ങനെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇന്നലെ ഞാൻ ലോസ് ആയതുകൊണ്ടല്ല ആക്ച്വലി. ഓക്കെ ഫൈൻ. ഓക്കെ, താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്, എന്തായിരിക്കും എന്ന് നോക്കേണ്ടി വരും. അപ്പം ഇന്നലെ ഞാൻ ലോസ് ആയതുകൊണ്ടല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. നമ്മളുടെ ഒരു ടൈമിങ്ങിലല്ല ഞാൻ എടുത്തത്. പിന്നെ രണ്ടാമത്തെ ട്രേഡ് എടുത്തപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷനും കൂടെ അല്ലായിരുന്നു. ഓക്കെ ഗുഡ് ട്രേഡേഴ്സ്, നമ്മുടെ കൺവിക്ഷൻ ശരിയായിരുന്നു. പക്ഷേ നമ്മുടെ തിരിച്ച് നമ്മുടെ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇപ്പോൾ ഒരു ചെറിയ ഒരു എണ്ണ കിട്ടിയ ഒരു 200 റുപ്പീസോ മറ്റേ ഇപ്പോൾ ലോസ് കാണിക്കുന്നുള്ളൂ. ഒരു 1 അവറിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ താഴെ നിന്ന് അത്യാവശ്യം ഒരു റിജക്ഷൻ ആണ് കാണിക്കുന്നത് 1 അവർ ടൈം ഫ്രെയിമിൽ. സോ ഏതായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു ഡബിൾ ടോപ്പ് മാതിരിയും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഡബിൾ ടോപ്പ് ഒരു ട്രാപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളും പെട്ടു. നമ്മളും അതിൻ്റെ അകത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനിന്ന് മാർക്കറ്റിൽ ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. സെല്ലിംഗ് പ്രഷർ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കണ്ട ഒരു ഗ്യാപ്പ് ഇട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ. ഗ്യാപ്പ്
ഗ്യാപ്പ് ഞാൻ പറയാൻ വരുമ്പോഴേ അത്രയും പെട്ടെന്ന് ഗ്യാപ്പ് ഫോം ചെയ്യും. ഞാൻ പറയാൻ വന്നതായിരുന്നു ഇന്ന് മാർക്കറ്റിലൊന്ന് നമ്മളുടെ എന്താ പറയുക പ്രോഫിറ്റിനെ ഒന്ന് ട്രെയിൽ ചെയ്താലോ എന്നിങ്ങനെ ഒരു ചിന്ത വരുമായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റിലെത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്തിട്ട് സോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ പിന്നെ താഴത്തേക്ക് സീനില്ലായിരുന്നു. അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് മേളിൽ വരും. ഞാനത് പറയാൻ കാത്തിരിക്കുമായിരുന്നു തോന്നുന്നു ആ ഗ്യാപ്പ് ഫോം ചെയ്ത് വരാൻ. 2700 ഓക്കെ, 3900, 5000 നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാൻ ട്രേഡേഴ്സ്. അവിടെ ഒരു റിജക്ഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരു 5000 ഓക്കെ 5000 കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രേഡിൽ ഞാൻ എക്സിറ്റ് നോക്കിയത്. പക്ഷേ 4000 പ്ലസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് എ ഗെയിം. നമ്മളുടെ ലോസിനെ റിക്കവർ ചെയ്തു. നമ്മൾ സെയിം സ്ട്രൈക്ക് പ്രൈസിലായിരുന്നു നമ്മൾ റീ എൻട്രി എടുത്ത്. കണ്ട ഇനിയിപ്പോൾ അതാണ് ഞാൻ അവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള കാര്യം. എന്താ ആദ്യം ഇതിലെടുത്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് നെക്സ്റ്റ് ട്രേഡ് 542 എടുത്തു, 609 നമ്മൾ നമ്മളുടെ പ്രോഫിറ്റ് എടുത്തു. അങ്ങനെ ഓവറോൾ നമ്മളിന്ന് പ്രോഫിറ്റിലായിട്ടുണ്ട് ട്രേഡേഴ്സ്. പിന്നെ ഓക്കെ, ഇന്നലെ എടുത്ത ട്രേഡ് ഏതായിരുന്നു 940 ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് 940 ക്യാൻഡിൽ. നമ്മൾ ഈ 940 ക്യാൻഡിൽ ഫിബോയെ ഡ്രോ ചെയ്യുന്നു. ഫിബോയെ ഡ്രോ ചെയ്തിട്ട് 0.6% നമ്മൾ നമ്മളുടെ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. ലൈൻ ഡ്രോ ചെയ്തതിന് വച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ ട്രേഡിൽ എൻ്റർ ആവാൻ വേണ്ടി. പക്ഷേ താഴത്തോട്ടാണ് പോയത്. ഇവിടെ വന്നപ്പം നമ്മളിവിടെ ട്രേഡ് എടുക്കേണ്ടതായിരുന്നു. ഇവിടെ വെച്ച് ഞാൻ അതാ ട്രേഡ് എടുക്കാൻ, എൻ്റെ ഒരു വ്യൂ അപ്സൈഡായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഇവിടെ വന്ന് താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് നല്ല ഫോൾ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ് മേളിലോട്ട് വന്ന സമയത്ത് ഞാൻ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ഇതെനിക്ക് മിസ്സായിപ്പോയി, ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് നമ്മുടെ ലൈനിനെ വന്ന് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം നമ്മൾ അവിടെ ട്രേഡിൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരുന്നു. ഇവിടെ വന്ന് മാർക്കറ്റ് താഴത്തോട്ട് വീഴാൻ തുടങ്ങി. വീണ് തിരിച്ച് മാർക്കറ്റ് എത്തി. ഇവിടെ ഒരു റിജക്ഷൻ കാണിക്കാൻ ആ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ട്രേഡിൽ എൻ്ററായി. അത് നേരെ ലൈനിനെ ബ്രേക്ക് ചെയ്തു, മേളിൽ പോയി. ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ട്. ഈ റിജക്ഷൻ ക്യാൻഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തു. പിന്നെയാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നത്. സോ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വന്നു. അത് ഞാൻ വണ്ടി ഇരുന്നെടുത്ത ട്രേഡ് ആയതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. സോ അതായിരുന്നു ഇന്നത്തെ വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ ലൈനിനെ മാർക്കറ്റ് മേളിയും താഴത്തോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. പക്ഷേ ഫസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. സെക്കൻഡ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഓവറോൾ ഒരു 4000 പ്ലസിൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, ബൈ.